നമ്മളൊരു പോരാളിയാ. ആരുടെ പോരാളിയാ? ക്രിസ്തുവിന്റെ പോരാളിയാണ് നമ്മൾ. ഈ ഒരു തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ അവൻ ഒരു സാധാരണ വിശ്വാസിയായി ഏറ്റവും പുറകത്തെ കസാരയിൽ ഇരുന്ന് അങ്ങനെ അങ്ങ് തൃപ്തിപ്പെട്ടു പോകാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന മറ്റൊന്നുണ്ട്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തിലെ അവയവങ്ങൾ ദൈവത്തിന്റെ ആയുധങ്ങളായി, നീതിയുടെ ആയുധങ്ങളായി ക്രിസ്തുവിന് സമർപ്പിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വീഡിയോയിൽ കൂടി എന്നെ കാണുന്ന പ്രിയ ദൈവമക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഏകദേശം 16ഓളം ഡീമൺ സ്പിരിറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം പറയുന്നു, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ, ഇങ്ങനെയാണ് വചനം പറയുന്നത്. പക്ഷേ തന്ത്രങ്ങൾ എന്താണെന്നും ഇതുവരെയായിട്ടും കൂടുതൽ ആർക്കും അറിയത്തില്ല. ഈ വാക്യമേ കൂടുതൽ അറിയത്തുള്ളൂ. സാത്താൻ ഏതെല്ലാം രീതിയിലാണ് ദൈവമക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതെന്നും സാത്താൻ ഏതെല്ലാം രീതിയിലാണ് ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറുന്നതെന്നും പലപ്പോഴും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത മണ്ഡലങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം എങ്ങനെ സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് പകൽക്കാലം പറയുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ സാത്താനെ പോരാടി സാത്താനെ തകർക്കുക, സാത്താന്റെ ശക്തികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം തന്നെ. സ്തോത്രം. അപ്പൊ നമ്മൾ ആരാ? നമ്മളൊരു പോരാളിയാ. ആരുടെ പോരാളിയാ? ക്രിസ്തുവിന്റെ പോരാളിയാണ് നമ്മൾ. ഈ ഒരു തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ അവൻ ഒരു സാധാരണ വിശ്വാസിയായി ഏറ്റവും പുറകത്തെ കസാരയിൽ ഇരുന്ന് അങ്ങനെ അങ്ങ് തൃപ്തിപ്പെട്ടു പോകാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന മറ്റൊന്നുണ്ട്. ക്രിസ്തുവിന്റെ ആയുധങ്ങളായി നാം മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തിലെ അവയവങ്ങൾ ദൈവത്തിന്റെ ആയുധങ്ങളായി, നീതിയുടെ ആയുധങ്ങളായി ക്രിസ്തുവിന് സമർപ്പിപ്പീൻ. അപ്പോൾ നമ്മുടെ നാക്ക് സാത്താന്റെ നേരെയുള്ള ആയുധമായി മാറണം. നമ്മുടെ കണ്ണുകൾ സാത്താന്റെ നേരെയുള്ള ആയുധമായി മാറണം. ഓൾ ബോഡി, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും സാത്താന്റെ നേരെയുള്ള ആയുധങ്ങളായി മാറണം. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ സാത്താന്റെ ശക്തികളെ എങ്ങനെ നമുക്ക് തകർക്കാൻ പറ്റും, സാത്താന്റെ തന്ത്രങ്ങളെ എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് നമുക്ക് വ്യക്തമായി പഠിക്കാം. പ്രത്യേകിച്ച് സാത്താന് ആദ്യം ഞാൻ പറയാം, ശക്തി എന്ന് പറയുമ്പോൾ സാത്താന്റെ ശക്തി എന്ന് പറയുന്നത് ട്രിക്സിനാണ് ശക്തിയുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അവന്റെ ഐഡിയകളാണ്, അവന്റെ ട്രിക്സ് ആണ്, അവന്റെ പദ്ധതികളാണ്. അതാണ് നമ്മളെ കൊണ്ടുപോയി വല്ലാത്ത കുരുക്കുകളിൽ ചെന്ന് ചാടിപ്പിക്കുന്നത്. ഈ ട്രിക്സ് ആണ് അവന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രിക്സിനെ, ഈ തന്ത്രങ്ങളെ നാം എങ്ങനെ എതിർത്ത് നിൽക്കും, അതാണ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ തലമുറയിൽ ഓരോ ദൈവമക്കളും ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ സ്പിരിറ്റിനെ കുറിച്ച് ഇവിടെ നാം തുടങ്ങുകയാണ്. സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ. സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഭാവി പറയുന്ന ആത്മാവ്, ഭാവിയെ കുരുക്കുന്ന ആത്മാവ്, ഭാവിയെ ഇല്ലാതാക്കി നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കാതെ വണ്ണം നമ്മളെ തടസ്സപ്പെടുത്തി കളയുന്ന ആത്മാക്കൾ. സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ. എഴുതിയെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ ഈ വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. കർത്താവ് നിങ്ങളെ തുടർന്നുള്ള എല്ലാ പഠനങ്ങളും നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങളെല്ലാം എഴുതിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സമസ്ത മേഖലകളിലും കർത്താവിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ എല്ലാ മേഖലകളിലും ശത്രു ഇടപെടാൻ വരുമ്പോൾ ശത്രുവിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിന്ന് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും അധികമായി കർത്താവ് നൽകി തരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്പിരിറ്റ് ഓഫ് ഡെവിനേഷനെ കുറിച്ചിട്ട് പറയുന്നത് ഭാവി പറയുന്ന, ലക്ഷണം പറയുന്ന ആത്മാക്കൾ. ലക്ഷണം പറയുന്ന, നമ്മൾ കണ്ട് ലക്ഷണം നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ലക്ഷണം നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ലക്ഷണം നോക്കുക,
ഭാവി അറിയുക. ഈ ഈ പത്രത്തിൽ വരും അത്തം ചിത്തിര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം അതൊക്കെ നോക്കി നമ്മുടെ ഫ്യൂച്ചർ അറിയാൻ പോവുക. അങ്ങനെ നോക്കുന്ന വിശ്വാസികൾ പോലും ഇപ്പോൾ ഉണ്ടെന്നേ. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പം അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യക്തമായ, അതെല്ലാം സ്പിരിറ്റ് ഓഫ് ഡെവിനേഷനിൽ പെടുന്ന, അത് സാത്താന്റെ സ്പിരിറ്റ് ആണ്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. ഹോളി സ്പിരിറ്റ് അകത്തുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യത്തില്ല. ഹോളി സ്പിരിറ്റ് അകത്തുള്ളവൻ ദൈവത്തോട് ആലോചന ചോദിക്കും, ദൈവത്തോട് സംസാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് അവൻ സംസാരിക്കും, പരിശുദ്ധാത്മാവിൽ സംസാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാ ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്തവരാണ് എന്താ പറയുന്നത്, ഈ പറയുന്ന സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ. ലക്ഷണം ചോദിക്കുക, കൈനോട്ടക്കാരെടുത്ത് പോവുക, തത്തമ്മ എടുക്കുന്ന ചീട്ടെടുത്ത് അതിനകത്ത് നോക്കി ഭാവി പറയുമ്പം അതിൽ തൃപ്തിപ്പെടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതൊന്നും ഒരു ദൈവ പൈതൽ ചെയ്യാൻ പാടില്ല. ദൈവമക്കൾക്കുള്ളതല്ല ഇത് സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ ആണ്. സാത്താന്റെ സ്പിരിറ്റ് ആണ് അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ദൈവമക്കളും ഇതിനകത്ത് പെട്ടുപോകരുത്. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുരുക്കിക്കളയും. ഇത് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ എറ്റേണിറ്റി, നിത്യതയിലേക്ക് നിങ്ങളെ എത്തിക്കാതെ വണ്ണം തടസ്സപ്പെടുത്തി കളയുന്ന കുരുക്കുകളാണ് ഈ കുരുക്കുകൾ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 16 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. 18-ാമത്തെ വാക്യം, ഇങ്ങനെ അവർ പല നാൾ ചെയ്തു പോന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ട് പോയി എന്നാണ് വചനം പറയുന്നത്. ലക്ഷണവിദ്യ വെളിച്ചപ്പാടത്തി, ആ വെളിച്ചപ്പാടത്തി എന്ന് പറയുന്ന ആ സ്ത്രീ, അവൾ പൗലോസിന്റെ മെസ്സേജിനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പല നാൾ ചെയ്തു പോകുന്നു. പൗലോസ് പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ പറയുന്ന പോലെ ഒരു ഫ്ലയർ അടിച്ച് അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ച് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി PR വർക്ക് ചെയ്യുന്നത് പോലെ വെളിച്ചപ്പാടത്തി അങ്ങ് ചെയ്ത് നടക്കുക. ഈ പൗലോസ് ഇത് പല നാൾ ഇവള് ചെയ്തു വരുന്നത് കണ്ടതുകൊണ്ട് അവളെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൾ അകത്തുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ കൽപ്പിച്ചപ്പോൾ ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, യേശുവിന്റെ നാമത്തിന്റെ ശക്തിക്ക് ഒരൊറ്റ ശാസനയിൽ സാത്താനെ പുറത്തു കളയാൻ പറ്റും. അത് 1000 അല്ല 2000 അല്ല എത്ര ലഗ്യം ഭൂതമാണെങ്കിലും ഒറ്റയടിക്ക് പുറത്തു പോകും. സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കാൻ അഭിഷേകമുള്ള ഒരു ദൈവപൈതൽ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ അത് അവിടെ വിട്ട് ഓടിപ്പോകും. പൗലോസിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇവളെ കൂടെ കൂട്ടാമായിരുന്നു. ശരിയാണല്ലോ, ഇവള് എല്ലായിടത്തും പോയിട്ട് എൻ്റെ പേര് പറയും, പൗലോസ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരുവേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇച്ചിരി പൈസയൊക്കെ കൊടുത്ത് കൂടെ കൂട്ടാമായിരുന്നു. ഇപ്പൊ അങ്ങനെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കുറെ കൂടെ കൂട്ടുന്ന പരിപാടികൾ. അതായത് ഇവിടെ ഭൂതം ഇളകി അതേ ഒരു സാധനത്തിനെ തന്നെ അപ്പുറത്തെ ഒരു മീറ്റിംഗിലും അതേപോലെ ഭൂതം ഇളകി വേറൊരു രീതിയിൽ ആക്ട് ചെയ്യുന്നത് പോലെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ശുശ്രൂഷകന്മാരാണെന്ന് പറഞ്ഞ് യേശുവിന്റെ പേരിൽ ബിസിനസ് നടത്തിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഇതേപോലെ കുറെ എണ്ണത്തിനെ കൂട്ടത്തിൽ കൂട്ടി ബിസിനസ് നടത്തുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ഒരു ദൈവ പൈതൽ, യഥാർത്ഥ ഒരു ശുശ്രൂഷകൻ, അഭിഷേകമുള്ളവൻ സാത്താന്റെ ശക്തിയെ കാണുമ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് അതിനെ പുറത്താക്കി ആ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. നാം അത്തരത്തിലുള്ള എല്ലാത്തിനോടും നാം എതിർത്ത് നിൽക്കുവാൻ വേണ്ടി തയ്യാറാകണം. ഒന്നാമത്തത് ലക്ഷണം പറയുന്നവരാണ്. ഈ ലക്ഷണം പറയുന്ന വ്യക്തി ജീവിതങ്ങളടുത്ത് ഒരു ദൈവ പൈതലും പോകരുത്. അതുമാത്രമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളിനകത്ത് ഇടപെടരുത്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ഒരു ദൈവമക്കളും ഈ പറയുന്ന പോലെ ഭാവി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്കും മറ്റു ആത്മാക്കളെ അനുസരിക്കരുത്. അത് ശത്രു ക്ലെയിം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ശത്രുവാകുന്ന സാത്താൻ ക്ലെയിം ചെയ്യും. നിങ്ങൾക്കൊരു നന്മ തരാൻ വേണ്ടി കർത്താവ് അവൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഉപവസിക്കുന്ന, നിങ്ങൾ കരയുന്ന വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളുടെ കണ്ണുനീരിന്റെ സ്തോത്രം അളവറിഞ്ഞ് നിങ്ങളുടെ കണ്ണുനീർ കവിൾത്തടത്തിൽ കൂടി ഒഴുകുന്നത് കാണുമ്പോൾ മനസ്സലിഞ്ഞ യേശു കർത്താവ്, ദയ തോന്നുന്ന യേശു കർത്താവ്, കരുണാമയനായ യേശു കർത്താവ് നിങ്ങൾക്ക്
വേണ്ടി ഒരു ഗിഫ്റ്റ് നൽകി തരാൻ വേണ്ടി വരുമ്പോൾ ശത്രുവാകുന്ന സാത്താൻ അത് ക്ലെയിം ചെയ്യും. അവനത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ഇന്നലെ എൻ്റെ ആത്മാവിനെ കീഴ്പ്പെട്ട് ലക്ഷണം നോക്കിയായിരുന്നു, ഫ്യൂച്ചർ നോക്കിയായിരുന്നു. ഇന്നലെ ഹോളി സ്പിരിറ്റിനെ അല്ല അവൻ ഒബേ ചെയ്തത്, ഇന്നലെ ഹോളി സ്പിരിറ്റിനെ അല്ല അവൻ അനുസരിച്ചത് എൻ്റെ ആത്മാവിനെ ആയിരുന്നു. സോ അവന് അത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ക്ലെയിം ചെയ്യും. അതുകൊണ്ട് തന്നെ ശത്രുവിന് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. അടുത്തത് ക്ഷുദ്രപ്രയോഗികൾ, ശകുനവാദികളാണ്. മീകാപ്രവചനം 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ക്ഷുദ്രപ്രയോഗങ്ങളെയും നിന്റെ കയ്യിൽ നിന്ന് ഛേദിച്ചു കളയും, ശകുനവാദികൾ നിനക്ക് ഇനി ഉണ്ടാകുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ കൺട്രോളിൽ വരുന്നതാണ് ഈ പറയുന്ന ആത്മാക്കൾ. ക്ഷുദ്രപ്രവർത്തികൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ ശകുനവാദികളെല്ലാം ഈ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ കൺട്രോളിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷണം പറയുന്ന, ഭാവി പറയുന്ന അത്തരത്തിലുള്ള ദുരാത്മാക്കളുടെ കൺട്രോളിൽ പെടുന്ന പ്രവർത്തികളാണ് ഈ ക്ഷുദ്രപ്രയോഗങ്ങളും ശകുനവാദികളും ലക്ഷണം നോക്കുന്നവരെല്ലാവരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കളും ചെയ്യരുത്. ഇത് ദൈവമക്കൾക്കുള്ളതല്ല. ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് യേശുവിനെ അംഗീകരിക്കുകയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ അടിമപ്പെട്ട് കിടക്കുകയാണ്. അത് സ്തോത്രം സാത്താൻ ക്ലെയിം ചെയ്യും, നിത്യതയിലെത്താൻ പറ്റാത്ത ലെവലിലേക്ക്. നമ്മുടെ വാഗ്ദത്തം നമുക്ക് ലഭിക്കാത്ത വണ്ണം നമ്മളെ ശത്രു ക്ലെയിം ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഇല്ലാതാക്കി കളയും. നമ്മുടെ നിത്യമായ വാഗ്ദത്തം എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എറ്റേണിറ്റിയാ, നിത്യതയാ, യേശു കർത്താവിനോട് കൂടെ നിത്യമായി വാഴുക എന്നുള്ളതാണ്. അത് ലഭിപ്പിക്കാതിരിക്കാൻ ശത്രു കാണിക്കുന്ന ഓരോ തന്ത്രങ്ങളിനകത്ത് ഇവിടെ മനുഷ്യൻ പെട്ടുപോവുകയാണ്. ഈ ശത്രുവിന്റെ, ഈ സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കണം, അതിനെ നാം തിരിച്ചറിയണം, അതിനെതിരെ ഫൈറ്റ് ചെയ്യണം. മൂന്നാമത്തത്, ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോയി, ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കണമേ. സ്തോത്രം. അടുത്തത് പ്രശ്നക്കാർ, പ്രശ്നം നോക്കുന്നവർ, അന്യജാതിക്കാരുടെ ആചാരങ്ങളിൽ സന്തോഷിക്കുന്നവർ. പ്രശ്നക്കാർ, പ്രശ്നം നോക്കുന്നവർ, അന്യജാതിക്കാരുടെ ആചാരങ്ങളിൽ സന്തോഷിക്കുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ദൈവ വൈദ്യന് പറ്റിയതല്ല. ഇത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ, അവരുടെ ഫ്യൂച്ചറിനെ കുരുക്കുന്ന ആത്മാക്കളുടെ പ്രവർത്തികളാണ്. ഒരു ദൈവ വൈദ്യന്റെ ഫ്യൂച്ചറിനെ കുരുക്കിക്കളയുന്ന ഡീമൺ സ്പിരിറ്റിന്റെ, പൈശാചിക ശക്തികളുടെ, അൺക്ലീൻ സ്പിരിറ്റിന്റെ പ്രവർത്തന മേഖലകളാണ് ഇതൊക്കെ. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവർ പൂർവദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അന്യജാതിക്കാരുടെ അന്യ ആരാധനയ്ക്കകത്ത് പോയി പങ്കെടുക്കുകയും ആചാരങ്ങളിൽ മനഃപൂർവമായി പങ്കെടുത്ത് ശത്രുവിന്റെ അവകാശികളായി, സാത്താന്റെ അവകാശികളായി മാറ്റിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് ഈ കാണുന്നത്. അന്യജാതിക്കാരോട് കൈയടിച്ചവരായും അന്യജാതിക്കാരുടെ കൂട്ടത്തിൽ പോയി അവരുടെ വിഗ്രഹാർപ്പിതം കഴിച്ചും അവരുടെ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അവർ ചെയ്യുന്ന ദൈവഹിതമല്ലാത്ത യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന പഠിപ്പിക്കലിന് വിരോധമായി ചെയ്യുന്ന സകല കാര്യങ്ങളും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പൈശാചികമാണ്. അത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിൽ പെടുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അയൽക്കാരൻ ഒരു അന്യജാതിക്കാരനാണെങ്കിൽ അവനെ സ്നേഹിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യരെ സ്നേഹിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. ലോകത്തുള്ള സകലരെയും സ്നേഹിക്കണം, നിന്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഇടയിലും ഇണയില്ല പിണ കൂടരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇല്ലാത്ത അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വ്യക്തിയും നമ്മളും തമ്മിൽ അറിഞ്ഞുകൊണ്ട്
ഒരേ ലക്ഷ്യത്തിൽ ഒരു കാര്യത്തിന് തന്നെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കൈയടിക്കുന്നതിനെ പറയുന്നതാണ് ഇണയില്ലാ പിണ കൂടുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യാതിരിക്കുക. ശത്രുവിനെ ക്ലെയിം ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തോടൊരു ദൂത് കൈമാറുകയാണ്. പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടികൾ ലഭിക്കാതെ മാറിപ്പോകുമ്പോൾ, പല കാര്യങ്ങളിനകത്തും വിടുതൽ കിട്ടാതെ മാറിപ്പോകുമ്പോൾ, പലപ്പോഴും നാം ദൈവത്തോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ദൂത് പറയുന്നത്, നാം നമ്മുടെ ജീവിതത്തിനകത്ത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് അവൻ്റെതായിട്ടുള്ള യാതൊരു കാര്യത്തിനും അവൻ അവകാശം പറയുവാൻ നാം അവസരം കൊടുക്കാതെ ദൈവസന്നിധിയിൽ വളരെയധികം സൂക്ഷ്മതയോടെ നാം നിൽക്കുമെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നിറപടിയായി ശീഘ്രമായി നിവർത്തിക്കുവാൻ മതിയായ ദൈവമത്രേ. അടുത്തത് ജ്യോതിഷക്കാർ, നക്ഷത്രം നോക്കുന്നവർ. ഇത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷനിൽ പെടുന്നതാണ്. സാത്താന്റേതായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല എന്ന തീരുമാനം നിങ്ങൾ എടുക്കണം. കാരണം സ്തോത്രം, നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന, ഫൈനൽ ഡെസ്റ്റിനേഷനായ നിത്യതയെ തടസ്സപ്പെടുത്തുന്ന, അവൻ 6 അടി മണ്ണിൽ ഞാൻ ഒതുങ്ങിത്തീരുന്നതിന് മുമ്പ്, ഞാൻ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് ലഭിക്കേണ്ട ഭൗതിക നന്മകൾക്ക് പോലും തടസ്സമായി വ്യാപരിക്കുന്ന അവൻ സാത്താന്റെ തന്ത്രങ്ങളോടെ ഈ നാളുകളിൽ ഞാൻ എതിർത്തു നിൽക്കും എന്ന ഉറച്ച തീരുമാനം എടുത്തിട്ടായിരിക്കട്ടെ ഓരോ ദൈവമക്കളും മുമ്പോട്ട് പോകേണ്ടത്. അടുത്തത് ജ്യോതിഷക്കാർ, നക്ഷത്രം നോക്കുന്നവർ. വായിക്കാം യെശയ്യാവ് പ്രവചനം 47-ാമത്തെ വാക്യം. അതിന്റെ 13ഉം 14ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാനസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റു നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ താളടി പോലെ ആയി തീക്ക് ഇരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കയില്ല, ആരും നിന്നെ രക്ഷിക്കയില്ല. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഏതാത്മാവാണോ നമ്മളിൽ വ്യാപരിക്കുന്നത് ആത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത്. വ്യാപാരം എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു അർത്ഥം എനർജിയോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് എന്ന് പറയും, ഇംഗ്ലീഷിൽ ചാർജിങ്. ഒരു മൊബൈൽ എങ്ങനെ ചാർജ് ചെയ്യുന്നതോ അതുപോലെ തന്നെ ചാർജ് ചെയ്യപ്പെടുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഹോളി സ്പിരിറ്റിനാൽ ചാർജ് ചെയ്യപ്പെടുന്ന ഒരു ദൈവമക്കൾ, ആ എനർജി അകത്തുള്ളവൻ സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കും. നക്ഷത്രം നോക്കുന്നവരും ജ്യോതിഷക്കാരും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അത് ഹോളി സ്പിരിറ്റിന്റെ അണ്ടറിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അത് സാത്താന്റെ പ്രവൃത്തികളാണ്. സ്തോത്രം. അവൻ ഒരു ദൈവ പൈതൽ നിത്യത നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ നോക്കിയും ജ്യോതിഷക്കാരുടെ അടുത്ത് ആലോചന ചോദിച്ചും പോകാൻ പാടില്ല. ഇത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിൽ പെടുന്നതാണ്. സ്വതന്ത്രം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കളും അതിനുവേണ്ടി മുതിരരുത്. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. ഏശാവും യാക്കോബും ജ്യോതിഷപ്രകാരം ഒരേ നക്ഷത്രത്തിലാണ് പിറന്നത്. ഈ ചിത്രയാണെങ്കിലും ചതയമാണെങ്കിലും തിരുവാതിരയാണെങ്കിലും എന്താണെങ്കിലും ഇവർ രണ്ടാളും പിറന്നത് ഒരേ നക്ഷത്രത്തിൽ, ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന്, ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തു വന്നത്. പക്ഷേ ഇവരുടെ രണ്ടാളുടെയും സ്വഭാവം രണ്ടായിരുന്നു. ഇവർക്ക് രണ്ടാൾക്കും ദൈവം നിയോഗിച്ച നിയോഗങ്ങൾ രണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ജ്യോതിഷം ഇതിനകത്ത് തെറ്റാണ്. മനസ്സിലാകുന്നുണ്ടോ? നക്ഷത്രം നോക്കുന്നത് തെറ്റാണ്. കാരണം ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആ നക്ഷത്രത്തിന്റെ ഗുണങ്ങളല്ല വരേണ്ടത്. പക്ഷെ ഏശാവിനും യാക്കോബിനെ സംബന്ധിച്ച് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നത്. ഇത് വേദപുസ്തകത്തിൽ മാത്രമല്ല,
ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുന്ന ഏതൊരു വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലും രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരേ സ്വഭാവമായിരിക്കത്തില്ല. രണ്ട് കുഞ്ഞുങ്ങൾക്കും രണ്ട് സ്വഭാവങ്ങളിൽ കൂടിയാണ് അവർ പോകുന്നത്. സ്തോത്രം. രണ്ട് ജീവിത ശൈലികളാണ് അവർക്കുള്ളത്. സ്തോത്രം. രണ്ട് നിയോഗങ്ങളാണ് അവർക്കുള്ളത്. രണ്ട് രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് അവർക്കുള്ളത്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലുള്ള നിയോഗങ്ങളുമാണ് ഉള്ളത്. അവിടെ നക്ഷത്രം വെച്ച് ഭാവി പറയാൻ സാധിക്കുന്നതല്ല. ആമേൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് എല്ലാവർക്കും ഈ നാളുകളിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അടുത്തത് ആഭിചാരവും മുഹൂർത്തവും. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുന്നു. രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്, ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്. നമ്മുടെ ഭാവി എന്തായിരിക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വിശുദ്ധ വേദപുസ്തകം തുറന്ന് വായിച്ചാൽ മതി. ഫ്യൂച്ചർ അറിയാൻ പറ്റും. കർത്താവ് വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരു ദൈവ പൈതലും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലും ചെയ്യുവാൻ പാടുള്ളതെല്ലാം ഇത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിൽ പെടുന്നതാണ്. അവൻ നിയന്ത്രിക്കുന്നതാണ്. അതിനകത്ത് പോയി പെട്ട് അവന്റെ അവകാശികളായി മാറാതിരിക്കുവാൻ ദൈവമക്കൾ തന്ത്രങ്ങളോട്, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത്. മുഹൂർത്തം നോക്കിയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ ദിവസവും നല്ല സമയമാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ഉള്ളിടത്തോളം കാലം, അവൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം, പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ ദിവസവും നല്ലതാ, എല്ലാ നിമിഷവും നല്ലതാ, എല്ലാ സമയവും നല്ലതാ. പ്രത്യേകിച്ച് മുഹൂർത്തം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. അത് ഹോളി സ്പിരിറ്റ് വ്യാപരിക്കുന്നവനെ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഹോളി സ്പിരിറ്റിനെ വിശ്വാസമില്ലാകുകയും യേശു എന്ന് പേര് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നടക്കുകയും അവൻ ഭീരുക്കളായി മാറുകയും ചെയ്യുന്നവർക്ക് അവൻ മുഹൂർത്തം നോക്കേണ്ടി വരും, ലക്ഷണം നോക്കേണ്ടി വരും, ഫ്യൂച്ചർ അറിയാൻ വേണ്ടിയിട്ട് മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കര അപകടമാണ്. കാരണം ഈ ഭൂമിയിലെ കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ നോക്കാം. പക്ഷെ ഇവിടെ വട്ടം ചുറ്റിപ്പോയിട്ട് അവൻ മരുഭൂമിയിൽ പട്ടുപോകത്തേയുള്ളൂ, വാഗ്ദത്ത ദേശത്ത് എത്തിപ്പോകത്തില്ല. ഫൈനൽ ഡെസ്റ്റിനേഷനായി നിത്യതയിൽ എത്താതിരിക്കാൻ വേണ്ടി ശത്രു ഒരുക്കുന്ന കുരുക്കിനകത്ത് അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ഈ നാളുകളിൽ മാറിപ്പോകേണ്ടത് നമ്മുടെ ചുമതലയാണ്. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. അവൻ അതുകൊണ്ട് തന്നെ അവൻ ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്നും എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് കൃപ നൽകി തരുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അടുത്തത് ജാതികളുടെ വഴി, ആകാശത്തിലെ ലക്ഷണങ്ങൾ. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കുകയുമരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. സത്യദൈവമില്ലാത്തവരുടെ വഴിയാണ് ജാതികളുടെ വഴി. അന്യ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളെ സേവിച്ച് അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരത്തിന്റെയും ഒക്കെ വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നവരുടെ വഴി നാം ദൈവമക്കൾ പഠിക്കരുത്. അവരെ സത്യദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ചങ്കുറ്റം ഈ നാളുകളിൽ ദൈവമക്കൾ കാണിച്ചു കൊടുക്കണം. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, സകല മാനവകുലത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നതും മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതും നമ്മളെ പോലെ അനേകരെ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്ന കാര്യം അവരോട് നാം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരുടെ ആചാരങ്ങളിനകത്ത് പോയി അവർ ചെയ്യുന്നത് പോലെ സ്നേഹബന്ധമാണല്ലോ എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനകത്ത് പോയി പെടുന്നുണ്ടെങ്കിൽ ഇത് ശത്രുവിന് ക്ലെയിം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഒരു ദൈവ പൈതൽ നിൽക്കേണ്ടതുപോലെ തന്നെ നിൽക്കുകയും ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്യുവാനും ഇടയായി തീരണം. അപ്പോൾ തന്നെ എന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായ്മൊഴിയാലുള്ള ആ വാക്ക് മറന്നു പോകാതെ എല്ലാവരെയും സ്നേഹത്തിൽ കാണുകയും ചെയ്യുവിൻ. ശത്രുക്കളായി ആരെയും കാണരുത്. വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. അങ്ങനെ മനുഷ്യരെ പോരാടുന്ന ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, മതഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ അന്ധകാര മണ്ഡലങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇത് മറന്നു പോകരുത്. അന്ധവിശ്വാസികളുടെ വഴി പഠിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ. മറന്നു പോകരുത്. അന്ധവിശ്വാസങ്ങളെ നമ്മുടെ തലച്ചോറിനകത്തേക്ക് തള്ളിക്കയറ്റും. എന്നിട്ട് അവൻ അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ആകാശത്തിലേക്ക് ലക്ഷണങ്ങൾ നോക്കും. സൂര്യനെ നോക്കി ലക്ഷണം പറയും. സൂര്യനെ നോക്കി ലക്ഷണം പറയും. സൂര്യൻ ദൈവമാണെന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഒരു ഗ്രഹം മാത്രമാണ്. മറന്നു പോകരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വായിക്കണം കേട്ടോ. ലേവ്യ പുസ്തകം 18
18 അധ്യായം 3 വാക്യം, ലൂക്കോസ് 21 അധ്യായം അതിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. ഹല്ലേലൂയ. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും. പിന്നെ എന്തിനാ ആകാശ ലക്ഷണങ്ങൾ നോക്കുന്നത്? സകലതും ഇളകിപ്പോകുന്നതാണ്. ആമേൻ, സ്തോത്രം. ഇളകിപ്പോകാത്ത, മാറിപ്പോകാത്ത ഒന്നേയുള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതൊരിക്കലും മാറിപ്പോകത്തില്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കണം. ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി, കറുത്ത വാവ്, വെളുത്ത വാവ്, ഇതെല്ലാം നോക്കിയിട്ട് ലക്ഷണങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരു ദൈവമക്കൾക്ക് പെട്ടതല്ല. ദൈവമക്കൾ അതിനകത്തൊന്നും വിശ്വസിക്കരുത്. അതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കി ലക്ഷണം പറയുന്നത് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിൽ പെടുന്നതാണ്. ആ സ്പിരിറ്റുകളെല്ലാം സാത്താന്യ ശക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. ഒരു ദൈവമക്കൾ ഇതിനകത്ത് പെട്ടുപോകരുത്. അങ്ങനെയുള്ളവരെ ക്രിസ്തുവിലേക്ക്, യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്തത് മത്സരം, ശാഠ്യം. 1 ശമൂവേൽ 15 അധ്യായം അതിന്റെ 23 വാക്യത്തിൽ പറയുന്നു, ഈ മത്സരത്തെയും ശാഠ്യത്തെയും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ആഭിചാരത്തിന്റെയും മിഥ്യാപൂജയുടെയും വിഗ്രഹാരാധനയ്ക്കും തുല്യമാണ്. എന്താണ്? ആഭിചാരത്തിനും മിഥ്യാപൂജയ്ക്കും വിഗ്രഹാരാധനയ്ക്കും തുല്യമാണ് മത്സരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ഒരു മത്സരമുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരമുണ്ടെങ്കിൽ, അപ്പനും മക്കളും തമ്മിൽ മത്സരമുണ്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെങ്കിലും, വിഗ്രഹാരാധന വിട്ടുവന്നെങ്കിലും, പഴയകാല മിഥ്യ പൂജകളൊന്നും ഇല്ല എങ്കിലും, മനസ്സിലാവുന്നുണ്ടോ? ആഭിചാരം ഒന്നും ചെയ്യുന്നില്ല എങ്കിലും, ഇത് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം മൂന്നും കൂടെ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള മത്സരം. മത്സരിച്ചിട്ട് പ്രാർത്ഥിക്കുക. സഭകൾ തമ്മിൽ മത്സരം, പാസ്റ്റർമാർ തമ്മിൽ മത്സരം, ശുശ്രൂഷകന്മാർ തമ്മിൽ മത്സരം, ഇതെല്ലാം സ്വയമായിട്ട് പൂജ ചെയ്യുകയാണ്, സ്വയമായിട്ട് ആഭിചാരം ചെയ്യുക, സ്വയമായിട്ട് വിഗ്രഹത്തെ ആരാധിക്കുക. ദൈവത്തിനോട് യാതൊരു സ്ഥാനം കൊടുക്കുന്നില്ല. ഇത് മതി സാത്താന് ക്ലെയിം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, പ്രാർത്ഥിച്ചത് കൊണ്ടോ ആരാധിച്ചത് കൊണ്ടോ ശുശ്രൂഷിച്ചത് കൊണ്ടോ മാത്രമായില്ല. ദൈവസന്നിധിയിൽ ദൈവഭക്തിയോടെ നിലനിൽക്കുന്നവർക്ക് മാത്രമേ നിത്യതയിൽ എത്താൻ പറ്റത്തുള്ളൂ. വളരെയധികം ആവേശത്തോടെ ഞാൻ പറയുകയാണ്, ബലാത്കാരണയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ല. വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കും. ബലാത്കാരണയല്ലാതെ. ബലാത്കാരണം എന്ന് പറഞ്ഞാൽ എന്തു ബലാത്കാരണം ഈ പറയുന്നത്? സാത്താന്റെ ശക്തികളോട് ഫൈറ്റ് ചെയ്ത് ഈ നാളുകളിൽ മുമ്പോട്ട് പോയി ബലാത്കാരനെ സ്വർഗം പിടിക്കാൻ പറ്റത്തുള്ളൂ, സ്വർഗരാജ്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യത എന്ന് പറയുന്ന സ്വർഗരാജ്യത്തിലേക്ക്, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് നാം യാത്ര ചെയ്തു പോകുമ്പോൾ അങ്ങോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടി വാദിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ, സാത്താന്റെ ശക്തികൾ, പൈശാചിക പോരുകൾ, അത് മതത്തിൽ കൂടെയും, അത് സഭകളിൽ കൂടെയും, കുടുംബങ്ങളിൽ കൂടെയും, അറിവുകളിൽ കൂടെയൊക്കെയുമായി സാത്താൻ നമ്മളെ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന പല മണ്ഡലങ്ങൾ, വിഗ്രഹാരാധനയിട്ടും അന്യാരാധനയിട്ടും അന്യജാതിക്കാരുടെ ആചാരങ്ങളിൽ കൈയടിപ്പിച്ചും, സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിലുള്ള ലക്ഷണ വിദ്യകൾ നോക്കിയും, പ്രശ്നം വെച്ച് നോക്കിയും, ജ്യോതിഷം വെച്ച് നോക്കിയും, നക്ഷത്ര ലക്ഷണങ്ങൾ നോക്കിയും ഒക്കെ നമ്മളെ കുരുക്കിക്കളയുന്ന, ഭാവിയെ കുരുക്കുന്ന, ഫ്യൂച്ചറിനെ കുരുക്കുന്ന ആത്മാവ്. ഇതിന്റെ മധ്യത്തിൽ ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞ് ബലാത്കാരനെ സ്വർഗരാജ്യം പിടിച്ചെടുക്കുവാൻ ഒരു ദൈവ പൈതലിനെ കൊണ്ട് സാധിക്കുമാറാകട്ടെ. ഒരു സ്പിരിറ്റ് ഉണ്ട്, അതാണ് സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ. നിങ്ങൾ മറന്നു പോകരുത്. ഈ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. ഹല്ലേലൂയ. അടുത്തത് മന്ത്രവാദം, വെളിച്ചപ്പാട്, ലക്ഷണം പറയുന്നവർ, അജ്ഞനക്കാർ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിൽ പെടുന്നതാണ്. ആവർത്തന പുസ്തകം 18 അധ്യായം അതിന്റെ 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവർ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഇപ്പോഴും ബിസിനസിന്റെ നന്മകൾക്ക് വേണ്ടിയിട്ട്, ഉയർച്ചകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രവാദം ചെയ്യുന്ന ദൈവമക്കളുണ്ട്. ഇതൊന്നും ചെയ്യുവാൻ ദൈവമക്കൾക്ക് നിയോഗമില്ലെന്നേ. ശത്രു ക്ലെയിം ചെയ്യും. മനസ്സിലാക്കണം, ശത്രു ക്ലെയിം ചെയ്യും. ലക്ഷണം പറയുന്നവർ, ഇവരെ ഒന്നും സ്തോത്രം, ഇതിലൊന്നും വിശ്വസിക്കരുത്, ഇതിനകത്തോട്ടൊന്നും പോയി വീടരുത്. ശത്രുവിന് ഇടം കൊടുക്കരുത്. വചനം വളരെ വ്യക്തമായി പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി മേഞ്ഞു കളയും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട പിശാചിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കുകയും അതിനോട് ഈ നാളുകളിൽ എതിർത്തു നിൽക്കുവാനുള്ള ചങ്കുറ്റം കാണിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കുമാറാകട്ടെ. അടുത്തത് കൊലപാതകം, ദുർനടപ്പ്, മോഷണം. വെളിപ്പാട് പുസ്തകം
9-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെ നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പിണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ട് പറയുന്നു, തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. അപ്പം ഇത് എല്ലാം സ്പിരിറ്റ് ഓഫ് ഡെവിനേഷന്റെ അണ്ടറിൽ പെടുന്നതാണ്. അതായത് ഫ്യൂച്ചറിനെ കുരുക്കുന്ന ആത്മാവ്, ഭാവിയെ തടസ്സപ്പെടുത്തുന്ന ആത്മാവ്, ഇതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ച് നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന ആത്മാക്കൾ ഈ ഭൂമിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുക, സാത്താനെ ബന്ധിക്കാൻ നമുക്ക് പറ്റത്തില്ല. സാത്താൻ കെട്ടിയ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയാൻ നമുക്ക് പറ്റും. സാത്താന്റെ ബന്ധനങ്ങൾ നമുക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടിച്ചു കളയാൻ സാധിക്കും. സാത്താനെ എന്നേക്കുമായി ബന്ധിക്കുവാൻ യേശു കർത്താവ് വീണ്ടും വരും. അവൻ 1000 ആണ്ടത്തേക്ക് അവനെ ചങ്ങലക്കിട്ട് ബന്ധിക്കും. അതുവരെയും സാത്താൻ ഇവിടെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവനോടൊപ്പം നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ട്രിക്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും, തന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുക, ആ തന്ത്രങ്ങളെ തകർത്തു കളയുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് മറന്നു പോകരുത്. കൊലപാതകം ആദ്യമേ തന്നെ ശത്രു ആദിയിൽ തന്നെ തുടങ്ങി. അത് അവസാന നാൾ വരെയും ശത്രു അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഓരോ ദൈവ പൈതലും ഈ നാളുകളിൽ തയ്യാറെടുക്കണം, ധൈര്യം കാണിക്കണം. അടുത്തത് പരസംഗമോഹം. വായിക്കുക. ഹോശേയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്റെ ജനം തങ്ങളുടെ മരത്തോടെ അരുളപ്പാട് ചോദിക്കുന്നു, അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു, പരസംഗമോഹം അവരെ ഭ്രമിപ്പിക്കുന്നു. യഥാർത്ഥ ദൈവത്തെ ഉപേക്ഷിച്ച് ദേവന്മാരെയും വിഗ്രഹങ്ങളെയും പിന്തുടരുവാനുള്ള മനസ്സിനെ പറയുന്നതിനെയാണ് പരസംഗം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു എന്ന ജീവിക്കുന്ന ദൈവത്തെ മറന്ന് അവൻ വിഗ്രഹത്തെ ആരാധിക്കുകയും വിഗ്രഹാരാധനയ്ക്ക് കൂട്ടുനിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവൻ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അംഗീകരിച്ചു പോകുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പരസംഗം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ് അത് ചെയ്യിപ്പിച്ച് ഒരു കൂട്ടം ജനത്തെ നിത്യതയിൽ എത്തിപ്പിക്കാതിരിക്കുവാൻ ശത്രുക്കുന്ന കുരുക്കുകൾ, അവൻ ഫ്യൂച്ചറിനെ അവൻ കുരുക്കിക്കളയുന്നത്, അവൻ ഭാവിയെ തകർത്ത് കളയുന്ന പൈശാചിക ശക്തികൾ മറ്റു പല ഇതര പഠിപ്പിക്കലുകളിൽ കൂടി മനുഷ്യന്റെ തലച്ചോറിനെ, മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ മരവിപ്പിച്ചു കളയുന്ന, ഹൃദയത്തെ തഴമ്പിപ്പിച്ചു കളയുന്ന പൈശാചിക ശക്തികൾ അവരുടെ ഫ്യൂച്ചർ അടച്ചു കളയുന്ന, അവരുടെ ഭാവി അടച്ചു കളയുന്ന, തലമുറകളുടെ ഭാവിക്ക് നേരെ വാദിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളോട് ഈ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്നുള്ളത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. പിശാചിനെ ഇടം കൊടുക്കരുത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും മനസ്സിലാക്കണം, സകല ശക്തികളെ കാട്ടിലും സകല പിശാചിന്റെ തന്ത്രങ്ങളെ കാട്ടിലും അധികമായിട്ട് നിലനിൽക്കുവാൻ അത്യന്ത ശക്തി എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം ഞാൻ അറിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് അവൻ മരണത്തിന്റെ ശക്തിയല്ല, പിന്നെയോ മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് എൻ്റെ അകത്ത് വസിക്കുന്നത് എന്ന ഉറച്ച തീരുമാനത്തിൽ ഓരോ ദൈവ പൈതലും ഈ നാളുകളിൽ പിശാചിന്റെ തന്ത്രങ്ങൾ അറിഞ്ഞ് ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ അവൻ ദൈവകൃപ പ്രാപിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിനല്ലാതെ മറ്റെന്തിനെല്ലാം പ്രാധാന്യം കൊടുത്തോ അതെല്ലാം ഭൂതത്തിനുള്ളതാണ്, പൈശാചികമാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. വചനം പറയുന്നു, അവൻ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും സമുദ്രത്തിലും യാതൊന്നിന്റെയും വിഗ്രഹത്തെ നമസ്കരിക്കരുത്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആശയം, മീതെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീതെ സ്വർഗത്തിൽ എന്തായിരിക്കുന്നത്? അവൻ സ്വന്തം ദൈവമാണ് ഇരിക്കുന്നത്, ദൂതഗണങ്ങളാണ് ഇരിക്കുന്നത്, സാറാഫുകളാണ് ഇരിക്കുന്നത്,
ഇരിക്കുന്നത്, ഏഞ്ചൽസ് ആണ് ഇരിക്കുന്നത്. ദൈവം തന്നെ പറയുകയാ, ഞങ്ങളുടെ ആരുടെയും വിഗ്രഹങ്ങളെ നിങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കി വണങ്ങരുത് എന്ന് പറയുമ്പോൾ പിന്നെയും പിന്നെയും അത് ചെയ്ത് സ്പിരിറ്റ് ഓഫ് ഡെവിനേഷന്റെ അണ്ടറിൽ വന്ന് പെട്ടുപോയി അവൻ സാത്താന്റെ അവകാശികളായി മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ? അവൻ നിങ്ങളെ കുരുക്കുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുരുക്കിക്കളയുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിനെ അടപ്പിച്ചു കളയുന്ന സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ അണ്ടറിൽ പെട്ടുകിടക്കുകയാണ്. അതിന്റെ പിടിയിലാണ് നിങ്ങൾ. അത്തരത്തിൽ ഏതെങ്കിലും ജീവിതങ്ങൾ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഒരാലോചന കൈമാറട്ടെ. വിവേചനത്തിന്റെ വരം അവർക്ക് കൊടുക്കണമേ. വിവേചിച്ചറിയുവാൻ കൃപ കൊടുക്കണമേ കർത്താവേ. ഈ നാളുകളിൽ ദൈവപ്രവർത്തി ദൈവമക്കളുടെ ഇടയിലേക്ക് അധികമായി വ്യാപരിക്കുമാറാകട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, പാപം വാതിക്കൽ കിടക്കുന്നു, പാപത്തെ നീ കീഴടക്കണം. ഹല്ലേലൂയ. എങ്ങനെ? പാപത്തെ നീ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യവശാൽ പലപ്പോഴും പാപം മനുഷ്യരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു, യേശുവിനെ അറിഞ്ഞവർ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ പാപത്തെ കീഴടക്കണം. ഹല്ലേലൂയ. ഉത്തമഗീതത്തിൽ പറയുന്നു, പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ആരാ പ്രിയൻ? യേശു കർത്താവ്. യേശു കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആരെ സ്വീകരിക്കും എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നാമത്തത് സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ. ഹല്ലേലൂയ. ലക്ഷണം നോക്കുന്നത് സാത്താന്റെ തന്ത്രങ്ങളാണ്. നക്ഷത്രം നോക്കുന്നത് ജ്യോതിഷവും സാത്താന്റെ തന്ത്രങ്ങളാണ്. മറന്നുപോകരുത്. ഹല്ലേലൂയ. മറന്നുപോകരുത്. അവൻ ആഭിചാരം, അവൻ മുഹൂർത്തം നോക്കുന്നത്, വിഗ്രഹാരാധന, അന്യജാതിക്കാരുടെ ആചാരങ്ങളിൽ കൈയടിക്കുക, ഇത് എല്ലാം സ്പിരിറ്റ് ഓഫ് ഡെവിനേഷൻ ആണ്. അവൻ സാത്താന്റെ തന്ത്രങ്ങളാണ്. അവൻ യേശു ക്രിസ്തുവിന്റെ പാതയിൽ നിങ്ങൾ ജീവിക്കുക. ദൈവത്തെ മറന്നു ജീവിക്കാത്ത ശലോമോൻ ദൈവത്തിനു വേണ്ടി കോടികൾ മുടക്കി ആലയം പണിതും സമാഗമന കൂടാരത്തിന് തന്നെ ഇന്ന് കോടികളുടെ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേരില്ലാതെ പോയി. എന്തുകൊണ്ട് പേരില്ലാതെ പോയി? ജീവിക്കുന്ന ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ശലോമോൻ താൻ ഇഷ്ടപ്പെട്ട അന്യജാതിയിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരുടെ ദൈവങ്ങളെ ആരാധിക്കുകയും അവരുടെ ദൈവത്തെ ആരാധിക്കുവാൻ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുതെന്ന് പറയുന്ന അവൻ കൽപ്പനയെ ഛേദിച്ചു കളഞ്ഞതുകൊണ്ടും ദൈവസന്നിധിയിൽ മാറിയുന്നതുകൊണ്ടും ശലോമോൻ വിശുദ്ധന്മാരുടെ പട്ടികയിൽ പേരില്ലാതെ വന്നുപോയി. നമ്മുടെ യേശു കർത്താവ് പക്ഷഭേദമില്ലാതെ പക്ഷപാതം ചെയ്യുന്നവനാണെന്ന് മറന്നു പോകരുത്. നമ്മുടെ യേശു കർത്താവ് പക്ഷഭേദമില്ലാതെ പക്ഷപാതം ചെയ്യുന്നവനാണെന്ന് മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, അവൻ പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് ഡെവിനേഷനോട് എതിർത്ത് നിൽക്കുവേൻ, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവേൻ. ഈ നാളുകളിൽ കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ.